വിഖ്യാത ഇന്ത്യൻ ചിത്രകാരൻ MF ഹുസൈനെ നമ്മൾ ഇന്ത്യക്കാർ എത്ര ഓർക്കുന്നുണ്ടെന്നറിയില്ല. അവസാന കാലഘട്ടത്തിൽ ഖത്തറിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അദ്ദേഹത്തെ ഖത്തർ എന്തായാലും മറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മ്യൂസിയം ഒരുക്കിയാണ് MF ഹുസൈനെ ഖത്തർ ആദരിച്ചത്. ഇന്ത്യയുടെ വിഖ്യാതനായ ചിത്രകാരൻ MF ഹുസൈൻ്റെ പേരിലുള്ള മ്യൂസിയം ദോഹയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ലൗഹ് വ കലം, ദ ക്യാൻവാസ് ആൻഡ് ദ പെൻ എന്നുള്ള പേരിലാണ് ഈ മ്യൂസിയം ഉള്ളത്. MF ഹുസൈൻ്റെ അരനൂറ്റാണ്ടിലേറെ നീണ്ട കലാജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ മ്യൂസിയത്തിലുള്ളത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഇതാ ഇവിടെ ദോഹയിൽ ഇന്ത്യയുടെ സ്വന്തം മക്ബൂൽ ഫിദ ഹുസൈൻ. സ്വന്തം ഭാവനയ്ക്ക് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വന്ന മറ്റൊരു ഇന്ത്യൻ കലാകാരനില്ല. മഹാരാഷ്ട്രയിലെ പന്ത്രാർപുരി എന്ന തീർത്ഥാടക നഗരത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരച്ചു കയറിയ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ അനശ്വര കലാജീവിതത്തിന് ഖത്തർ കഴിഞ്ഞയാഴ്ച സ്നേഹവായ്പകൾ കൊണ്ടൊരു മന്ദിരം പണിതു. പേര് ലൗഹ് വ കലം അഥവാ ക്യാൻവാസും പേനയും. ഹുസൈന് വേണ്ടി സമർപ്പിച്ച ലോകത്തെ ആദ്യത്തെ മ്യൂസിയം എന്ന ഖ്യാതിയാണ് ലൗഹ് വ കലമിൻ്റേത്. അതിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഖത്തർ ഫൗണ്ടേഷൻ. ആയിരത്തി 1950 മുതൽ ഹുസൈൻ മരണപ്പെട്ട 2011 വരെയുള്ള 150-ലധികം സൃഷ്ടികളാണ് ഈ മ്യൂസിയത്തിൻ്റെ കാതൽ. കടന്നു ചെല്ലുന്നിടത്ത് തന്നെ കലാകാരൻ്റെ ജീവിതം ചലിക്കുന്ന ക്യാൻവാസിൽ കോറിയിട്ടിരിക്കുന്നു. അവിടെ വെച്ചു തന്നെ വരയുടെ മായാജാലം നമ്മെ കണ്ണിമച്ചിമ്മാതെ നിർത്തും. ദോഹയിൽ ഈ സ്മാരകം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഒരു ഇന്ത്യക്കാരൻ്റെ കൂടി കയ്യൊപ്പുണ്ട്. ഡൽഹിക്കാരനായ മാർട്ടാൻ ക്ലോസ്ല, ലൗഹ് വ കലമിൻ്റെ ആർക്കിടെക്റ്റ്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിൻ്റെ ഇഴയൊടുപ്പം ഈ നിർമ്മിതിയെ സവിശേഷമാക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. For us, the motive started with the drawing that MF Hussain left behind. Our job was to work with it, read it, sometimes literally, sometimes metaphorically, and from there to develop an architectural language which would eventually realize itself into the museum that it is. So I think that it was a bit like being in an imaginary conversation with the artist while we were designing the building for him. Look, I'm not the best person to answer the question about his cultural significance here. However, I think that, as you mentioned, that he's one of the greatest artists of India. But I think that, I think Hussain goes beyond India. And I think it's important to realize that he's not only, his identity is of course strongly Indian, but it's also regional. It goes beyond to South Asia. And beyond South Asia, I would say even to West Asia, where we are right now. And so I think that his influence is not only in this region, but probably even goes beyond to the West and probably to the East as well. And so in that sense, the fact that the museum is here is a great opportunity for people to come and discover him, get to know him more, get to know him deeper, and we're excited about it. Yes, I mean, this goes back several centuries. I think it's important to realize that, in terms of trade, these are very long relationships in terms of trade, in terms of language, in terms of food, culture. So I think it's great that, these new links are now getting established between the region that add on to the existing links that have already been there for several centuries. ചെറുപ്പകാലത്തെക്കുറിച്ചും ദൈനംദിന ജീവിതത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന എ വേൾഡ് ഹിസ് ഓൺ, വിശ്വാസം, ഐക്യം, മൂല്യങ്ങൾ എന്നിവ തെരഞ്ഞുപോകുന്ന അന്വേഷിയെ കണ്ടെത്തുന്ന എ ക്യൂരിയസ് മൈൻഡ്, കലയുടെ വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുന്ന ദ എക്സ്ട്രാ മ്യൂസ്, അതിരുകൾക്കപ്പുറത്തുള്ള ജീവിതം പറയുന്ന അൻ ആർട്ടിസ്റ്റ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നിവയാണ് ലൗഹ് വ കലമിൻ്റെ ഹുസൈൻ അധ്യായങ്ങൾ. ഓരോ വിഭാഗത്തിലും അനശ്വര കലാകാരൻ്റെ മായാത്ത മുദ്രകളുടെ ജീവൻ തുടിക്കുന്നത് കാണാം. The importance of this museum is because it highlights the amazing body of works of an artist who was a genius in his field, and for visitors who would visit the museum, you can see as part of your journey how he was let's say experimenting in a lot of different mediums, whether it's
his experience, whether in filmmaking, for example, or in doing the sculptures. And you can even see how his style in his artwork has evolved throughout the galleries. And then it finishes up with the last artwork and gallery, which is Siro fil Ard. And that's basically an interactive show, and it's made of Murano crystal horses, and it really exhibits his artistic style. ഡൽഹി നിസാമുദ്ദീൻ ബസ്തിയിലെ ഇടുങ്ങിയ തെരുവിലൂടെ ഒരു തണുപ്പുകാലത്ത് നടന്നു പോകുന്ന ഹുസൈനെ നമുക്കിവിടെ കാണാം. കറുപ്പൊട്ടുമേ ഇല്ലാത്ത തുവെള്ള താടിയും മുടിയുമുള്ള ഹുസൈൻ്റെ ക്യാൻവാസിനേക്കാൾ മനോഹരമായ ചിത്രവുമുണ്ട്. മൂർച്ചയേറിയ ആഖ്യാനങ്ങൾ കൊണ്ട് ഇയാൾ തന്നെയാണോ ഇതെല്ലാം ആവിഷ്കരിച്ചത് എന്ന് ഒരു വേള ഈ ചിത്രങ്ങൾ നമ്മെ സന്ദേഹിയാക്കും. അക്കാലത്തെ ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ ഭാഗ്യം തേടി ബോംബെ മഹാനഗരത്തിലേക്ക് വണ്ടി പിടിച്ച ഹുസൈനുമുണ്ട് ഇവിടെ. അന്ന് അയാൾ തയ്യാറാക്കിയ സിനിമാ പോസ്റ്ററുകൾ ചുവരിൽ അലങ്കരിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൻ്റെ ചിത്രാവിഷ്കാരം, ക്വിറ്റ് ഇന്ത്യയും മഹാത്മാഗാന്ധിയും ഒക്കെയുണ്ട് ചുവരിൽ. ഈ സ്മാരകം വിദ്യാർത്ഥികൾക്ക് കൂടി വിലപ്പെട്ടതാണ് എന്ന് പറയുന്നു ഹൈദരാബാദുകാരിയായ സൈദ അദീബ ഫാത്തിമ. Currently we are at MF Hussein's museum, and it's really inspiring to see around how it connects the bridge between India and Qatar, and how this brings people together culturally and in terms of art and design. നടന്ന് നമ്മൾ ഫിലിം ടവറിലെത്തും. ആ ടവറിൽ ഹുസൈൻ്റെ മുദ്രകളുള്ള സിനിമാ ശകലങ്ങൾ നമ്മെ വിസ്മയഭരിതരാക്കും. ഇവിടെ മദീന പള്ളിയിൽ ബാങ്കുലി മുഴക്കിയ ബിലാലുണ്ട്. മക്ക വിജയത്തിൻ്റെ ആവിഷ്കാരമുണ്ട്. വിശ്വാസങ്ങളുടെയും മിത്തുകളുടെയും ആഖ്യാനങ്ങളുണ്ട്. അങ്ങനെ മക്ബൂൽ ഫിദ ഹുസൈൻ്റെ പലതരം ജീവിതത്തിലേക്കുള്ള ഒരൊറ്റ വഴി കൂടിയാണ് ലൗഹ് വ ഖലം മ്യൂസിയം.